ലളിതാ സഹസ്രനാമ സ്തോത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്ന വീഡിയോ പരമ്പരയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി. ഇന്ന് നമുക്ക് 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ എന്താണ്, എങ്ങനെയാണ് ദേവിയെ വിശേഷിപ്പിക്കുന്നതെന്ന് നോക്കാം. 6-ാമത്തെ ശ്ലോകം. വദനസ്മരമാംഗല്യ ഗൃഹതോരണചില്ലിക വക്ത്രലക്ഷ്മീ പരീവാഹ ചലൻ മീനാഫലോചന. വദനസ്മരമാംഗല്യ ഗൃഹതോരണചില്ലിക. ഇവിടെ ദേവിയുടെ പുരികങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. വളഞ്ഞ പുരികക്കൊടികൾ കാമദേവന്റെ രാജധാനിയിലേക്കുള്ള പ്രവേശന കവാടമാണ് എന്നാണ് പറയപ്പെടുന്നത്. കാമദേവന്റെ വസതിയാണ് മുഖം. ഭവനങ്ങളുടെ പ്രധാന വാതിലിന് മുന്നിൽ തോരണം കെട്ടി അലങ്കരിക്കാറില്ലേ? അങ്ങനെ അലങ്കരിച്ച കാമദേവന്റെ മംഗളഗ്രഹത്തിന് മുമ്പിലെ കമാനമായ പുരികക്കൊടികൾ ഉള്ളവളാണ് ദേവി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വക്ത്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭലോചന. ഇവിടെ ദേവിയുടെ കണ്ണുകളെക്കുറിച്ച് വർണ്ണിക്കുന്നു. മുഖകാന്തിയെ മന്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജലപ്രവാഹമായി വാഗ്ദേവികൾ വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള ജലപ്രവാഹത്തിൽ മത്സ്യങ്ങൾക്കു സമാനമായി ദേവിയുടെ നയനങ്ങൾ നീന്തുന്നുവെന്ന് സാരം. മുഖകാന്തിയുടെ ഒഴുക്കിൽ നീന്തിക്കളിക്കുന്ന മീനുകളുടെ ശോഭ പോലെയുള്ള കണ്ണുകളോട് കൂടിയവൾ എന്നാണ് ഇതിനർത്ഥം. ഇനി അടുത്ത ശ്ലോകം. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണപാസുര. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത. ദേവിയുടെ മൂക്കിനെ ഒരു ചമ്പക പുഷ്പത്തോട് ഉപമിക്കുന്നു. വിടർന്ന ഉടനെയുള്ള ചെമ്പക പുഷ്പത്തിൻ്റെ ശോഭയോടുകൂടിയ മൂക്കിനാൽ ശോഭിക്കുന്നവൾ എന്നാണ് അർത്ഥം. താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. ഇവിടെ ദേവിയുടെ മൂക്കുത്തിയെ വർണ്ണിക്കുന്നു. നക്ഷത്രങ്ങളിൽ ശോഭയേറിയ ശുക്രൻ്റെയും ചൊവ്വയുടെയും ശോഭയേക്കാൾ ശോഭയേറുന്നതാണ് ദേവിയുടെ മൂക്കുത്തി എന്ന് പറയുന്നു. നക്ഷത്രങ്ങളുടെ പ്രകാശത്തെ തരം താഴ്ത്തി കളയുന്ന മൂക്കുത്തി അണിഞ്ഞ് ശോഭിക്കുന്നവളാണ് ദേവി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി 8-ാമത്തെ ശ്ലോകം. കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. കദംബമഞ്ജരി ക്ലിപ്ത കർണപൂര മനോഹര. ദേവിയുടെ ചെവിയിൽ ചൂടിയിട്ടുള്ള പൂക്കളാണ് ഇവിടെ വിഷയം. ശ്രീപുരത്തിൽ ചിന്താമണി ഗൃഹത്തിലാണ് ദേവിയുടെ വാസം എന്ന് പിന്നീട് ലളിതാ സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ ഗൃഹത്തിന് ചുറ്റും കദംബവനമാണ്. അതുകൊണ്ട് തന്നെ ദേവി കദംബവനവാസിനി, അതായത് കദംബവനത്തിൽ താമസിക്കുന്നവളാണ്. കദംബ വൃക്ഷത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത പുതുപൂക്കല കൊണ്ട് ദേവിയുടെ ചെവി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു അത്രേ. ചെവിക്കുമീതെ കദംബ വൃക്ഷത്തിൻ്റെ പൂക്കല വച്ച് മനോഹരമായിരിക്കുന്നവൾ എന്നാണ് ഇതിൻ്റെ സാരം. താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. ഇനി ദേവിയുടെ കാതുകളിൽ അണിഞ്ഞിരിക്കുന്ന കർണാഭരണങ്ങളെ, അതായത് തോടകളെക്കുറിച്ച് വർണ്ണിക്കുന്നു. സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം എന്ന് 2 തോടകൾ ധരിച്ചിരിക്കുന്നവൾ എന്ന് വിശേഷിപ്പിക്കുന്നു. സൂര്യചന്ദ്രന്മാരെ ദേവിയുടെ കണ്ണുകളായും സ്തനങ്ങളായും തോടകളായും വിശേഷിപ്പിക്കുന്നുണ്ട്. 9-ാമത്തെ ശ്ലോകം. പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രുമ ബിംബശ്രീന്യക്കാരിരതനച്ഛദ. പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ. ദേവിയുടെ കവിൾത്തടങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചുവന്ന താമര പോലെ നിറമുള്ളതാണ് പത്മരാഗം എന്ന വിശിഷ്ട കല്ല്. അങ്ങനെയുള്ള പത്മരാഗ കല്ലുകളെ കൊണ്ട് നിർമ്മിച്ച കണ്ണാടിയെ കൂടി കടത്തിവെട്ടുന്നതാണ് ദേവിയുടെ കവിൾത്തടങ്ങൾ എന്നിവിടെ പറയുന്നു. പത്മരാഗം കൊണ്ടുള്ള കണ്ണാടിയെ പരിഭവിപ്പിക്കുന്നതായ കവിൾത്തടത്തോടു കൂടിയവളാണ് ദേവി എന്ന് വിശേഷിപ്പിക്കുന്നു. കവിൾത്തടത്തിൻ്റെ മെഴുമെഴുപ്പിനെ കാണിക്കുവാനാണ് കണ്ണാടിയോട് ഉപമിച്ചിരിക്കുന്നത്.
നവവിദ്രുമ ബിംബശ്രീന്യക്കാരിരതനച്ഛത. ദേവിയുടെ ചുണ്ടുകളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചുവന്ന നിറത്തിലുള്ള പുതുതായി രൂപപ്പെടുന്ന പവിഴപ്പുറ്റുകളെയും, അതായത് കോറലിനെയും, ചുവന്ന നിറത്തിലുള്ള തൊണ്ടിപ്പഴത്തെയും കടത്തിവെട്ടുന്ന ശോഭയാണ് ദേവിയുടെ ചുണ്ടുകൾക്ക് എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദേവിയുടെ ചുണ്ടുകൾക്ക് രക്തവർണ്ണമാണ്. 10ാമത്തെ ശ്ലോകം. ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്ധര. ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ദേവിയുടെ പല്ലുകളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. പല്ലുകൾക്ക് 2 ജന്മം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് അവയെ ദ്വിജപംക്തി എന്ന് പറയുന്നു. ആദ്യത്തെ പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയിട്ട് ഓരോ വരിയിലും 16 പല്ലുകൾ വീതം വരുന്നതുകൊണ്ട് ദ്വിജപംക്തി എന്ന പേര് സാധുവാകുന്നു. ശുദ്ധവിദ്യ എന്നതുകൊണ്ട് അറിവ് എന്നർത്ഥമാക്കുന്നു. അങ്കുരം എന്നാൽ മുള, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബഡ് അല്ലെങ്കിൽ സ്പ്രൗട്ട്. ശുദ്ധവിദ്യയുടെ മുളകളാകുന്ന 2 വരിപ്പല്ലുകളാൽ വിളങ്ങുന്നവൾ ആണ് ദേവി എന്ന് പറയുന്നു. കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്ധര. ദേവി വായിൽ വച്ച് മുറുക്കുന്ന താമ്പൂലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏലത്തരി, കരയാമ്പൂ, പച്ചക്കർപ്പൂരം, കസ്തൂരി, കുങ്കുമപ്പൂവ്, ജാതിക്ക, ജാതിപത്രി, അടയ്ക്ക, വാൽമുളക്, ചുക്ക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ വേണ്ട തോതിൽ ചേർത്ത് ഉണ്ടാക്കുന്ന താമ്പൂലമാണ് കർപ്പൂരവീടിക. ഇങ്ങനെയുള്ള കർപ്പൂരവീടികയാൽ ദിക്കുകളെ ആകർഷിക്കുന്നവൾ എന്നാണ് ദേവിയുടെ വിശേഷണം. ഈ താമ്പൂലത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കാനും അദൃശ്യമായി ദേവിയെ സേവിക്കാനും ദിക്പാലകർ ഓടിയെത്തുന്നു എന്ന് പറയുന്നു. നമുക്ക് ആ ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം ചെല്ലാം. അത് നിങ്ങൾക്ക് വീണ്ടും കൂടെ ചൊല്ലുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രകാരം ചൊല്ലി പഠിക്കുകയോ ചെയ്യാം. വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മീ പരീവാഹ ചലൻ മീനാഫലോചന. നവചമ്പക പുഷ്പാഭനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണപാസുര. കദംബമഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡല. പത്മരാഗശിലാദർശ പരിഭാവികപോലഭൂ നവവിദ്രുമ ബിംബശ്രീന്യക്കാരിരതനച്ഛത. ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപംക്തിദ്വയോജ്വല കർപ്പൂരവീടികാമോദ സമാകർഷദ്ദിഗന്ധര. ദേവിയുടെ 1 മുതൽ 26 വരെയുള്ള പേരുകളാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത്. ഇങ്ങനെയുള്ള പേരുകൾ കൂട്ടിയിണക്കിയാണ് നാമാവലി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 6ാമത്തെ മുതൽ 10ാമത്തെ ശ്ലോകം വരെ ദേവിയെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി. അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ശ്ലോകങ്ങളിലേക്ക് കടക്കാം.